ദൈവമായിട്ടാ അച്ഛന്റെ കയ്യിൽ ഈ കുഞ്ഞിനെ ഏൽപ്പിച്ചു കൊടുത്തത്. ശരി തന്നെയാ, ഇവളെ പ്രസവിച്ചത് നീ തന്നെയാ. പക്ഷേ ഇവക്ക് ആദ്യം അമ്മയായതേ അച്ചുവാ. അത് നീ മറക്കരുത് മോളെ. ഇവളുടെ കയ്യിൽ നിന്ന് അമ്മക്കുട്ടിയെ പിടിച്ചു പറിച്ചോണ്ട് പോവാൻ നീ ഒരിക്കലും ശ്രമിക്കരുത്. അത് വലിയ തെറ്റായി പോവും. ഞാൻ പിന്നെന്താ ചെയ്യണ്ടേ? ഞാൻ പ്രസവിച്ച കുഞ്ഞിന്റെ മേലിൽ എനിക്കൊരു അവകാശമില്ലെന്നാണോ നിങ്ങളൊക്കെ പറയുന്നത്? അങ്ങനെ ആരെങ്കിലും ഇവിടെ പറഞ്ഞോ? എനിക്ക് എന്റെ മോളെ പിരിയാൻ പറ്റില്ല. അമ്മ, വെട്ടിമുറിച്ച് രണ്ടുപേർക്കും തരാൻ ഇത് തടികൃഷ്ണമൊന്നും അല്ലല്ലോ, ഒരു കുഞ്ഞല്ലേ. നിങ്ങളിൽ ആരെങ്കിലും ഒരാൾ വിട്ടുവീഴ്ച ചെയ്തേ പറ്റൂ. അതാര് വേണമെന്ന് നിങ്ങൾ തീരുമാനിക്കും. ആരൊക്കെ എന്തൊക്കെ തീരുമാനിച്ചാലും ഞാൻ എന്റെ മോളെയും കൊണ്ട് ഇവിടുന്ന് പോവും. ഇല്ല, അമ്മക്കുട്ടിയെ ഞാൻ തരില്ല. അച്ചു മോളെ, നിനക്ക് അമ്മക്കുട്ടി ഉപേക്ഷിക്കാൻ പറ്റില്ല. പക്ഷേ ആദിക്കും അതുപോലെ തന്നെയല്ലേ. അവള് പ്രസവിച്ച കുഞ്ഞിനെ അവക്ക് വേണമെന്ന് പറഞ്ഞു നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? എങ്കിൽ പിന്നെ അമ്മ തന്നെ ഇതിനൊരു പരിഹാരം പറ. ആ, ഒരു പരിഹാരമേ ഉള്ളൂ. നിങ്ങൾ രണ്ടുപേരും അമ്മക്കുട്ടിയുടെ അമ്മമാരാവണം. ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് മനസ്സിലായില്ലേ? നിങ്ങൾ രണ്ടുപേരും ചേർന്ന് വേണം ഇവളെ വളർത്താൻ. നിങ്ങൾ രണ്ടുപേർക്കും ഇവളൊരു അവകാശം ഉണ്ടാവാൻ പാടില്ല. എന്താ, ഇനി അങ്ങനെ എന്തെങ്കിലും മനസ്സിലുണ്ടെങ്കിൽ ഞാൻ ഇവളെ വളർത്തിക്കോളാം. ഒരു കുഞ്ഞിനെ കൂടെ വളർത്താനുള്ള ആരോഗ്യമൊക്കെ എനിക്കിപ്പോഴും ഉണ്ട്. എന്താ, അത് വേണോ? മക്കളെ, അമ്മക്കുട്ടിയുടെ പേരിൽ നിങ്ങൾ തമ്മിലൊരു വഴക്കോ തർക്കമോ ഒന്നും പാടില്ല. നിങ്ങൾ രണ്ടുപേരും അവളുടെ അമ്മമാരാ. സത്യത്തിൽ അമ്മക്കുട്ടിയാ ഭാഗ്യവതി. അവക്ക് രണ്ടമ്മമാരുടെ സ്നേഹമല്ലേ കിട്ടുന്നത്, അല്ലേ? പെറ്റമ്മയും പോറ്റമ്മയും എന്ന് പറയുന്നത് രണ്ട് തന്നെയാ. അവരുടെ സ്നേഹം പരസ്പരം തിരിച്ചറിയാൻ പറ്റില്ല. മക്കളെ, അമ്മക്കുട്ടിക്ക് നിങ്ങളുടെ രണ്ടുപേരുടെ സ്നേഹം വേണം. നിങ്ങൾ രണ്ടുപേരെയും ദില്ലിശ്ശേരി കുടുംബത്തിനും വേണം. ഇനി ഒരു വാക്കുകൊണ്ടോ ഒരു നോട്ടം കൊണ്ടോ പോലും ഈ കുഞ്ഞിന്റെ പേരിൽ ഒരു തർക്കം നിങ്ങളുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവരുത്.